ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യനെതിരെ കാണാതായ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ രംഗത്ത്. ബിന്ദുവിന്റെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് ഉറപ്പാണെന്ന് സഹോദരൻ പ്രവീൺ പറയുന്നു. ബിന്ദുവിന്റെ പേരിൽ ലോക്കറിലുണ്ടായിരുന്ന 130 പവന്റെ സ്വർണം കാണാനില്ലെന്ന് പ്രവീൺ വ്യക്തമാക്കി. ബിന്ദുവിന്റെ പേരിൽ 50 ലക്ഷം രൂപ ബാങ്കിൽ ഉണ്ടെന്ന് സെബാസ്റ്റ്യൻ തന്നോട് പറഞ്ഞിരുന്നുവെന്നും പ്രവീൺ പറയുന്നു. ആദ്യ ഭാഗങ്ങളിലുള്ള അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, അത് അത്ര കാര്യമായിട്ട് നടന്നില്ല. ആ പരാതിക്ക് FIR ഇടാൻ ചില സമയമെടുത്തു. ആ അന്വേഷണത്തിന് ഇച്ചിരി ലേറ്റ് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാണ്. സെബാസ്റ്റ്യനുമായിട്ട് വസ്തുവിടപാടോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അറിഞ്ഞു, ഈ വസ്തു മറിച്ചു വിറ്റത്, വേറെ ലേഡി വെച്ച് മറിച്ചു വിറ്റത് അറിഞ്ഞു. അതതിനകത്ത് നമ്മൾ പറയുന്നു. സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ നൽകിയ ശേഷമായിരുന്നു പ്രവീണിന്റെ ഈ പ്രതികരണം. അതേസമയം സെബാസ്റ്റ്യനെ 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ടോബി ജോൺസൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ചേർത്തലയിൽ നിന്ന്. ടോബി, ഓരോ ദിവസവും പുതിയ അപ്ഡേറ്റുകൾ വരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തിരോധാന കേസുകൾ വരുന്നു. അതിലൊക്കെ തന്നെ പുതിയ ചില ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ് സെബാസ്റ്റ്യൻ എന്നും ആരാണ് സെബാസ്റ്റ്യൻ എന്നും സെബാസ്റ്റ്യന്റെ ഈ കേസുകളുമായി ഉള്ള ബന്ധങ്ങളൊന്നും ഒരു കൃത്യമായ ഒരു വ്യക്തത വരുന്നുമില്ല. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇന്നിപ്പോൾ ഈ ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സഹോദരൻ രംഗത്ത് നിന്ന് നടത്തിയ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് സെബാസ്റ്റ്യനും അതോടൊപ്പം തന്നെ ഈ സഹോദരൻ ബിന്ദുവിന്റെ സഹോദരൻ തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ ഉള്ളത്? ചില കാര്യങ്ങളൊക്കെ സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തിയെന്നൊക്കെ ഈ സഹോദരൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ത്? ഒപ്പം അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള നീക്കങ്ങൾ അതെങ്ങനെയാണ് ടോബി? പ്രജിൻ, ദുരൂഹതകളേറെയാണ്. ഇപ്പോഴും ചുരുളഴിയാത്ത നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ബിന്ദു തിരോധാനവും ഈ സമാനമായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ ഒരു പടി മുന്നോട്ട് പോയിരിക്കുന്നത് ഈ ജൈനമ്മ തിരോധാന കേസാണ്. അതിൽ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കുറ്റസമ്മതം സെബാസ്റ്റ്യൻ നടത്തുന്നില്ലെങ്കിലും കൃത്യമായ തെളിവുകൾ, അതായത് ഇത് കൊലപാതകമാണെന്നുള്ള വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് നടന്നത്. കഴിഞ്ഞ 7 ദിവസം കസ്റ്റഡിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് കോടതിയിൽ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്ത് റിമാൻഡിലായ പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിച്ചു. ഒരു 6 ദിവസം കൂടി കസ്റ്റഡിയിൽ അന്വേഷണ സംഘത്തിന്. അത് ജൈനമ്മ കേസ് അന്വേഷിക്കുന്ന കോട്ടയത്തെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് ആ അന്വേഷണം നടത്തുന്നത്. അവരുടെ കക്കലാണുള്ളത്. സമാനമായ രീതിയിൽ ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ചും ബിന്ദു തിരോധാനം അടക്കം അന്വേഷിക്കുന്നുണ്ട്. ആ കേസിൽ ഒരു നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ബിന്ദുവിന്റെ സഹോദരൻ നടത്തിയിരിക്കുന്നത്. ഈ DNA പരിശോധനയ്ക്ക് വേണ്ടിയാണ് സഹോദരൻ ഇറ്റലിയിൽ നിന്നും നാട്ടിലെത്തിയത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ്. പോലീസ് സംശയിക്കുന്നതും അത് തന്നെയാണ്. ഏകദേശം 130 പവനോളം ലോക്കറിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. അതോടൊപ്പം തന്നെ 5 ഇടങ്ങളിൽ സ്ഥലങ്ങളുണ്ടായിരുന്നു ബിന്ദുവിന്റെ പേരിൽ. അത് എങ്ങനെ കൈമാറിപ്പോയി എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഒപ്പം തന്നെ മറ്റ് പണമായിട്ടും ബിന്ദുവിന്റെ പക്കലുണ്ടായിരുന്നു. അത് എവിടെ പോയി എന്നറിയില്ല. അപ്പോൾ മൊത്തത്തിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്ന് ഈ സഹോദരൻ ആവർത്തിക്കുകയാണ്. നേരത്തെ കാണാതായപ്പോൾ തന്നെ ചില കേസുകൾ കൊടുത്തതാണ്. അന്ന് കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം അതിൽ ലോക്കൽ പോലീസ് നടത്തിയില്ലെന്ന് സഹോദരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ അന്വേഷണങ്ങൾ പുരോഗമിക്കുമ്പോൾ ഈ സാമ്പത്തിക ഇടപാടടക്കം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിക്കണം. കാരണം അത്തരത്തിൽ കൂടി അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ജൈനമ്മ തിരോധാന കേസ് ഒപ്പം തന്നെ മറ്റ് സ്ത്രീകളുടെ തിരോധാനവും വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ DNA പരിശോധനാ ഫലമാണ്. അത് അടുത്ത ദിവസം വരും. അത് വന്നു കഴിയുമ്പോൾ ഇത് ആരുടെ അസ്ഥികളാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത്, ഈ സ്ത്രീകൾ എങ്ങനെ കാണാതായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ്. പക്ഷേ സെബാസ്റ്റ്യനിൽ നിന്നും ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തെങ്കിലും ആദ്യമേ ഒന്നും തന്നെ പറയാതെ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങൾ സെബാസ്റ്റ്യൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. 6 ദിവസം കൂടിയാണ് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. ഈ സമയം കൊണ്ട് ഈ കേസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ അന്വേഷണ സംഘമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജൈനമ്മ കേസിൽ ഒരു നിർണായക വഴിത്തിരിവ് ഉണ്ടായാൽ അത് മറ്റു കേസുകളിലും ഗുണം ചെയ്യും. ആ കേസുകളും തെളിയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ജോബി, ഈ കേസുകളിൽ നോക്കുകയാണെങ്കിൽ പല മിസ്സിംഗ് എലിമെന്റുകളും ഉണ്ട് എന്നുള്ളതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. സെബാസ്റ്റ്യൻ എങ്ങനെയാണ് ഈ പറയുന്ന അല്ലെങ്കിൽ കാണാതായി എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കുന്ന ഈ സ്ത്രീകളുമായി എങ്ങനെയാണ് സെബാസ്റ്റ്യന്റെ ബന്ധം? അതിന് കൃത്യമായൊരു ഉത്തരം അന്വേഷണ സംഘത്തിന് ഇതുവരെയും കിട്ടിയിട്ടില്ല. അന്വേഷണ സംഘത്തോട് കൃത്യമായി സെബാസ്റ്റ്യൻ കാര്യങ്ങൾ പറയുന്നുമില്ല. അതൊരു പ്രശ്നമായി നിലവിലുണ്ട്. ഈ തെളിവുകൾ സമാഹരിക്കുക പരമാവധി എന്നതിനപ്പുറത്തേക്ക് അടുത്ത ഘട്ടം ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ഇന്നിപ്പോൾ ഈ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ വന്ന് പറയുന്നു, സെബാസ്റ്റ്യനുമായി ഞാൻ സംസാരിച്ചിരുന്നു, ഈ ബിന്ദുവിന്റെ പേരിലുള്ള 50 ലക്ഷത്തെക്കുറിച്ചൊക്കെ സെബാസ്റ്റ്യൻ തന്നോട് പറഞ്ഞിരുന്നു
എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ബിന്ദുവും സെബാസ്റ്റ്യനും തമ്മിൽ ബന്ധമുണ്ട് എന്ന് മറ്റൊരാൾ പറയുകയാണ്. അപ്പോൾ അതെന്താണ് കണക്ഷൻ എന്നോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായി സെബാസ്റ്റ്യൻ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതോ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ലീഡിംഗ് ലിങ്ക് ഇതുവരെയും ഈ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടോ ടോബി? പ്രജിന, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിങ്ക് എന്ന് അല്ലെങ്കിൽ അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പുറത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള ഇപ്പോൾ ഈ കോട്ടയത്തെ കേസ് നോക്കുകയാണെങ്കിൽ, ജയനമ്മയുടെ കേസ് നോക്കുകയാണെങ്കിൽ പ്രാർത്ഥനാ സംഘങ്ങൾ വഴിയാണ് ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിരുന്നത്, അതായത് അടുത്ത് ഇടപഴകിയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് പല പ്രാർത്ഥനാ സംഘങ്ങളിലും ഇവരുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിന്ദുവിൻ്റെ കേസ് വരുമ്പോൾ കുറച്ച് നാളുകൾ കൂടി, കുറച്ച് വർഷങ്ങൾ മുമ്പുള്ള കേസാണ്. ഈ ജയനമ്മ തിരോധാന കേസ് അന്വേഷിച്ച സംഘങ്ങൾ എല്ലാം തന്നെ എത്തി നിൽക്കുന്നത് സെബാസ്റ്റ്യനിലേക്കും. അവിടെ നിന്ന് സെബാസ്റ്റ്യൻ മുൻപ് ഒരു കേസിൽ പ്രതിയായ ഒരു കേസ് കൂടി ഉണ്ടെന്നറിയുമ്പോഴാണ്, ആ കേസ് അന്വേഷിക്കുമ്പോഴാണ് ബിന്ദു തിരോധാനവുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം തന്നെ പ്രാർത്ഥനാ സംഘങ്ങൾ വഴിയാണ് ഇവരൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊരു വിവരമാണ് അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്കറിയാൻ സാധിക്കും. എന്തായാലും അത് കൃത്യമായിട്ട് വെളിപ്പെടുത്താൻ അന്വേഷണ സംഘം ഇപ്പോഴും തയ്യാറായിട്ടുള്ള, ഒരുപക്ഷെ ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ആ ലിങ്ക് തന്നെയായിരിക്കും. വരും ദിവസങ്ങളിൽ ഈ കേസ് ക്രാക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അവർക്കത് പുറത്ത് പറയാൻ സാധിക്കും. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രാർത്ഥനാ സംഘങ്ങൾ വഴിയുള്ള ബന്ധമാണ് ഇവരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിൻ, യെസ്, ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ നൽകിയത് ചേർത്തലയിൽ നിന്നും. അതിനിർണായകമായ ഘട്ടത്തിലേക്ക് ഈ തിരോധാന കേസുകൾ നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. DNA ടെസ്റ്റിന്റെ ഫലം ലഭിക്കുന്നതോടുകൂടി തന്നെ കൃത്യമായ ഒരു ലീഡ് അന്വേഷണ സംഘത്തിന് ലഭിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.